പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമേ. ഇത് ഇന്നൊരു കമ്പത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ ഊശാനംപെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ കാല് കെട്ടാൻ വേണ്ടി പോയതായിരുന്നേ. എൻ്റെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അന്നേരം അത് നമ്മുടെ ഇവിടെ കമ്പി ഇടണമെന്ന് പറഞ്ഞതായിരുന്നേ. അവിടെ ഒരു നാട്ടുവൈദ്യമായിട്ട് ഇങ്ങനെയുണ്ട്. ഒടിവ്, ഇങ്ങനെ ചതവ്, അതിനൊക്കെ മരുന്ന് ചെയ്യുന്നതാണ്. പിന്നെ എക്സ്റേ നോക്കിയിട്ട് അവർ ചെയ്യുന്ന, പടി വെച്ച് ഇങ്ങനെ കെട്ടി അങ്ങനെ ചെയ്യുന്ന ആളാണ്. ചുരുളിയപ്പൻ എന്ന് പറയുന്ന ആളാണ്. ഒത്തിരി ആളുകൾക്ക് അറിയാവുന്നതാണ്. ഊശാനംപെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മലയാളികളും തമിഴ്നാട്ടുകാരും ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ വന്നിങ്ങനെ ജോയിൻ്റൊക്കെ തെന്നിപ്പോയതും ഒടിവ്, ചതവ് അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ. അപ്പം ഞങ്ങൾക്ക് വഴി അറിയില്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരോട് വഴിയൊക്കെ ചോദിക്കുന്നതാണ്. ചോദിച്ച് കേട്ടോ, ഇച്ചിരി പാടാണ്. കമ്പത്ത് നമ്മൾ സാധാരണ സിറ്റി വരെ ഞങ്ങൾ സാധാരണ തുണി എടുക്കാൻ വേണ്ടി പോകാറുള്ളതാണ്. പക്ഷേ അവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങനെ മാറിപ്പോകാനുണ്ട്. അപ്പം ഞങ്ങൾ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ നേരത്തെ പോയ ആളുകളോടൊക്കെ വഴി ചോദിച്ചിട്ട് അവിടെ ചെന്ന് അവരോട് വഴി അന്വേഷിച്ചിട്ടാണ് ഇത്. എന്നിട്ട് തപ്പി ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു ഇവിടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാലിന് ഭയങ്കര വേദനയൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഇഷ്ടംപോലെ ആംബുലൻസിലൊക്കെ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് മലയാളികളും തമിഴ്ക്കാരും ഒക്കെ ഇഷ്ടംപോലെ ആളുകളെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോയ ദിവസം ഞങ്ങൾ 5 തവണ പോയി കെട്ടാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾ ഈ തവണ ഈ വീഡിയോ എടുത്ത ദിവസം അധികം ആളുകളില്ലായിരുന്നു. സാധാരണ ഞങ്ങൾ പോകുമ്പോൾ ഒത്തിരി ആളുകൾ ഉണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഒത്തിരി തിരക്കുണ്ട്, ചില ദിവസങ്ങളിലൊക്കെ കുറവായിരിക്കും. അപ്പം ആ ചേട്ടന് പ്ലാസ്റ്റർ ഇട്ടിരുന്ന ഒരു ചേട്ടൻ്റെയാണ് അഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം പ്ലാസ്റ്റർ ഇട്ടതും അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ വന്ന് ഒത്തിരി ആളുകളൊക്കെ വന്ന് ചെയ്യുന്നുണ്ട്. എൻ്റെ എന്തായാലും കമ്പി ഇടാതെ തന്നെ ശരിയായി. ഞാനവിടെ പോയിട്ട് ഈ ചുരുളിയപ്പൻ എന്ന് പറയുന്ന ആളുടെ മകനോ കുട്ടിയോ അങ്ങനെ ആരോ ആണ് ആ ഈ ചേട്ടനാണ് മെയിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാല് കെട്ടിയത് ഈ ചേട്ടനാണ്. ഞാൻ എൻ്റെ കാല് കെട്ടുന്ന വീഡിയോ പിടിച്ചിട്ടില്ല. വേറൊരു ചേച്ചിയുടെ കൈ ഇങ്ങനെ താന്നു പോയതിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ അവർ ഇങ്ങനെ അതാണ് എനിക്ക് എടുക്കാൻ പറ്റിയത്. നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ലായിരുന്നു ആ സമയത്ത്. എനിക്ക് വേദനയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവർ വളരെ സ്പീഡിലായതിങ്ങനെ ഒത്തിരി ആളുകൾക്ക് ഇങ്ങനെ പടിയൊക്കെ വെച്ച് കെട്ടി ഒടിഞ്ഞ കൈ, കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഒടിഞ്ഞിങ്ങനെ തൂങ്ങിയിരിക്കുന്ന കൈയൊക്കെ കെട്ടി വെക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ പിന്നെയും കാണാവേ.